ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ഇതിനെ നമുക്കൊന്ന് നല്ല പോലെ കഴുകി എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നല്ല പോലെ കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അരമണിക്കൂർ ഇതിനെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ ആയപ്പോഴത്തേക്കിന് കണ്ടോ, ഗോതമ്പ് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വെള്ളത്തിൽ നിന്നും വാർത്തു മാറ്റിയിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 ക്യാരറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കറിലിട്ട് ഒരു വിസിലൊന്ന് അടിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. ഇതിനെ ഇപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കും. ഇപ്പോൾ ക്യാരറ്റ് നല്ല പോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സോസ് പാനിൽ 500 ml പാലാണ് കേട്ടോ. ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ചേർക്കുക. ഈ ഒരു പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. എന്നിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഗോതമ്പ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു ജ്യൂസ് നല്ല കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കൂടുതലായിട്ട് കട്ടിയാവാൻ നിൽക്കരുത്. ഏകദേശം ഒന്ന് കട്ടിയായി വരുമ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇത് കട്ടിയായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോടെ കൂടെയും തണുപ്പിച്ചിട്ടും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.